മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ രണ്ട് കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സിനെ d എന്ന ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഓരോ കണ്ടക്ടറും മറ്റേ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിലാണ് ഇരിക്കുന്നത്. അതിനാൽ ഈ കണ്ടക്ടേഴ്സിനെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമ്മൾ ആദ്യം ഫസ്റ്റ് വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന സെക്കൻഡ് വയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എഴുതുന്നത്. കണ്ടക്ടേഴ്സ് ഇൻഫിനിറ്റ്ലി ലോങ് ആയതിനാൽ ഫോഴ്സും വളരെ കൂടുതലായിരിക്കും. എന്നാൽ L2 എന്ന ഒരു ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഫസ്റ്റ് വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതിനാലാണ് സെക്കൻഡ് വയറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡായ B1നെയാണ് നമ്മൾ ഇക്വേഷനിൽ എഴുതേണ്ടത്. അടുത്തത് നമുക്ക് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് കാണേണ്ടത്. L2 ക്രോസ് B1ന്റെ ഡയറക്ഷൻ കാണുന്നതിലൂടെ നമുക്ക് F2 എന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കും. L2 ക്രോസ് B1ന്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ നമുക്ക് ആദ്യം B1ന്റെ ഡയറക്ഷൻ എന്താണെന്ന് അറിയണം. നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലെ തമ്പിനെ I1 എന്ന കറന്റിന്റെ ഒഴുക്കിന്റെ ദിശയിലേക്ക് പിടിക്കുമ്പോൾ കേളിംഗ് ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും. ഈ ഡയഗ്രത്തിൽ നിന്ന് കേളിംഗ് ഫിംഗേഴ്സ് കണ്ടക്ടറിന്റെ ലെഫ്റ്റ് സൈഡിൽ പ്ലെയിനിന്റെ പുറത്തേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതായിട്ടും എന്നാൽ റൈറ്റ് സൈഡിൽ പ്ലെയിനിനുള്ളിലേക്ക് പോയിന്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഫസ്റ്റ് കണ്ടക്ടറിന്റെ റൈറ്റ് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിനിന്റെ ഉള്ളിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. L2 എന്ന വെക്ടറിന്റെയും B1 എന്ന വെക്ടറിന്റെയും ഡയറക്ഷനാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സിനെ L2ന്റെ ഡയറക്ഷനിൽ നിന്ന് B1ന്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ തമ്പ് പോയിന്റ് ചെയ്യുന്നത് L2 ക്രോസ് B1ന്റെ ഡയറക്ഷനിലേക്കായിരിക്കും. അതായത് F2 എന്ന ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും. ഇവിടുന്ന് F2 എന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ F2 എന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെയാണ് വരുന്നത്. തീറ്റ 90 ഡിഗ്രി ആയതിനാലാണ് നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നത്. ഫസ്റ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ d ഡിസ്റ്റൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷൻ μ0I ഡിവൈഡഡ് ബൈ 2πd എന്നായതിനാൽ ഫോഴ്സിന് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. ഇക്വേഷന്റെ രണ്ട് സൈഡിലും L2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ലഭിക്കുന്നു. ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം ഫസ്റ്റ് കണ്ടക്ടർ സെക്കൻഡ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡ് കണ്ടക്ടർ ഫസ്റ്റ് കണ്ടക്ടറിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതിനാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. രണ്ട് കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സിൽ കറന്റ് സെയിം ഡയറക്ഷനിൽ ആണെങ്കിൽ അവ അട്രാക്ട് ചെയ്യപ്പെടുകയും എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആണെങ്കിൽ അവ റിപ്പൽ ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്.